ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പി സിക്ക് കമൻ്റ് ഇടാൻ പറഞ്ഞിരുന്നു. അതിലൊരു തിട്ട കമൻസ് ഞാൻ കാണിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഒരു ബ്രോ പറഞ്ഞു ഞാൻ നിന്നെ കീപ്പ് ചെയ്യേ, വേറെ ഒരു ബ്രോ പി സിക്ക് അല്ലാണ്ട് പറഞ്ഞു ബാഴ്സലോണ കരിയർ മോഡ് ചെയ്യേ, അതെന്തായാലും ഇതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരാൾ എൻട്രിക്കിനെ സൈൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒരാൾ ആൻ്റണീനെ സൈൻ ചെയ്യാൻ പറഞ്ഞു. ആൻ്റണീനെ എനിക്ക് അറിഞ്ഞൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻട്രിക്കിനെ സൈൻ ചെയ്യാം. എൻട്രിക്ക് അല്ലാണ്ട് സെർച്ച് ചെയ്യാം. എൻട്രി 70 ഓവറിൽ എൻട്രിക്കിനാണ് സൈൻ ചെയ്യുന്നത്. ഒരു നല്ലോണം ക്യാഷാണ് എൻട്രിക്കിന്. അതൊരു 20 മില്യൺ ഓഫർ ഇടാം. യെസ്, എനിക്ക് അറിഞ്ഞൂടാ അത് കൂടുതലാണോന്ന്. പിന്നെ ഗൈസ് 2 മില്യൻ്റെ ജാസ്തി, അപ്പോൾ എന്തായാലും ലാഭം. കാരണം എൻട്രിക്ക് നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആവും. എൻട്രിക്കിനെ ഫസ്റ്റിലാണല്ലോ ഇടുക. അതായിരിക്കും വെക്ടർ. അല്ലെങ്കിൽ ഫോർമേഷൻ ചേഞ്ച് ചെയ്യാമല്ലോ. വേണ്ട, എൻട്രിക്കിനെ തന്നെ ഫസ്റ്റിലാണ് ഇടുക. ഈ ഫോർമേഷൻ ഇതാക്കണേ പറയണം കേട്ടോ. ഈ ഫോർമേഷന് അത്ര വെടിപ്പല്ല. ആണെങ്കിൽ പറയണം കേട്ടോ ഏത് ഫോർമേഷൻ വേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, സ്കോഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആൻ്റണി അല്ല, ഓക്കെ, ഇത് ആൻ്റണി എല്ലാം തോന്നുന്നു. പോർട്ടൽ ആൻഡ് ഡിമ്മേഴ്സ് അല്ല, ഇത് ആൻ്റണി അല്ല ഗൈസ്. ആൻ്റണി ഇപ്പോൾ ഇവിടെയല്ല ഉള്ളത്. റിയൽ ബെറ്റീസ് കാണുന്നില്ലല്ലോ. റിയൽ ബെറ്റീസ് കാണുന്നില്ല. ആൻ്റണി നോക്കാം നമുക്ക്. ആൻ്റണീനെ സൈൻ ചെയ്യാൻ നോക്കാം നമുക്ക്. എന്തായാലും ആൻ്റണീനെ സൈൻ ചെയ്യാൻ പറ്റില്ല. വേറെ ഇപ്പോൾ ആരെയും സൈനും ചെയ്യാൻ പറ്റിയില്ല. ഇനി ഒരു AM ഫസ്റ്റും കൂടി സൈൻ ചെയ്യാൻ നോക്കാം നമുക്ക്. പക്ഷെ ക്യാഷില്ല കയ്യിൽ. ഇസ്കോ സീനല്ല. ഇസ്കോനെ സൈൻ ചെയ്യുന്നതുകൊണ്ട് അഭിപ്രായം പറയാനും പറ്റില്ല. ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പടക്കുമല്ല. എന്നാൽ പിന്നെ നമുക്ക് ആരെയും സൈൻ ചെയ്യണ്ട. കൊണ്ടുപോകാനെല്ലാം ഉണ്ട്. ഇത് കൊണ്ടുപോകാൻ എത്ര ഓവർ? 84. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 83 വേണം. ഇസ്കോ എന്തായാലും ലോൺ കിട്ടൂല. നമുക്ക് ഇവനും നോക്കിയാലോ. ഇവനെ കിട്ടും, അത് ഉറപ്പാണ്. അവനെ കിട്ടും ലോണിന്. പക്ഷേ കുറച്ചും കൂടി നല്ലോണം ഇതിൽ ഓവറുള്ള പ്ലെയറിനെ നമുക്ക് വേണ്ട. കാമാവിയെങ്കിൽ അവൾക്ക് ചിലപ്പോൾ യൂസ് ആവുള്ളൂ. ഇല്ല യൂസ് ആവില്ല. എന്തായാലും ലൂയിസിന് യൂസ് ആവാൻ ചാൻസ് കൂടുതലാണ്. ചാൻസ് ഇല്ലെന്നല്ല, കൂടുതലാണ് ചാൻസ്. ഇനി ഇവനെയും ചാൻസ്, ഇവനെ തരൂല. ഡീപ്പോളിനെയും കിട്ടൂല. ഇനി മെറീനോനൊന്ന് നോക്കാം. മെറീനോനെയും കിട്ടൂല, അത് വേറെ കാര്യമാവും. മെറീനോ ഈസ് ഗുഡ്. ഒരു ലോൺ പ്ലെയറിനെയും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. 84 ഓവറിലെ ചങ്ങായി ആയതുകൊണ്ടാണ് ഞാൻ സൈൻ ചെയ്തത് ലോണായിട്ട്. കെസമീറോ കളിച്ചോട്ടല്ലേ. മൈനൊക്കെ രമേശ് കളിക്കട്ടെ സബിൽ. ഓക്കെ ഗൈസ്, സ്കോഡ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മാച്ചിലോട്ട് പോകാം. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ് അല്ല, കസാർഡോക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കാണും ബ്രൂണോനെ പോലെ ഉണ്ട്. ഫാസ്റ്റ് അഹമ്മദിൻ്റെ ഷോർട്ട് ഷീറ്റ് ആർന്ന് കസാർഡോനെ കൊണ്ടടിപ്പിച്ചില്ല. റീപ്ലേ ഞാൻ കൊടുക്കുന്നില്ല, ചീറ്റിങ് ആണ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സീസണിൽ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് കയറാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ചാമ്പ്യൻസ് ലീഗ് കയറിയിട്ടാണ് കുറച്ച് സൈനിങ്സ് എത്തിക്കുക ചാമ്പ്യൻസ് ലീഗിലേക്ക്.
പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ക്യാഷ് ഇല്ല, കുറച്ച് പ്ലേയേഴ്സിനെ വെക്കും ഞാൻ. എൻട്രിക്കിനെ വെക്കാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ വെക്കും. ഈ കെസൈന് സ്പീഡില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഓലൊരു ഗോൾ അടിച്ച്, ഞാൻ നോട്ടിട്ട പ്ലെയറായിരുന്നു ഓരോ ഗോൾ അടിച്ചത്. അടുത്ത സീസണിൽ നമ്മളൊരു എയിമിനെ നോക്കണം, കാരണം എന്തായാലും കെസൈന് അടുത്ത സീസണിൽ ഉണ്ടാവില്ല, അല്ല ജനുവരിക്ക് തന്നെ പോകും. എന്തായാലും വല്ലാണ്ട് ക്യാഷൊന്നും ഇല്ല നമുക്കിപ്പോൾ ഈ സീസണിൽ. ഈ സീസൺ അത്ര ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ടില്ല, ഒരു 40-50 മില്യൺ മാക്സിമം പോയാൽ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു മാച്ച് പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു സീരീസിൽ ഞാൻ ഫസ്റ്റ് മാച്ച് ഇത് ഇപ്പമാണ് പൊട്ടിയത്. ഇപ്പം തന്നെയാണ് പൊട്ടിയത് ഈ ഒരു സീരീസിൽ. ഓക്കെ, ഇനി കാരവാവ് മാച്ച് വന്നിട്ടുണ്ട്. കാരവാവ് അടിക്കാൻ നോക്കാം നമുക്ക് മാക്സിമം. ഈ കപ്പെല്ലാം അടിച്ചാൽ മാക്സിമം നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും. FA കപ്പോ അല്ലെങ്കിൽ കാരവാവോ ആയിട്ട് അടിച്ചാൽ. പാർക്ക് റേഞ്ചേഴ്സ്. ഓക്കെ, കസാഡോ എൻട്രിക്ക് ഗോൾ അടിച്ചു. ഫസ്റ്റ് ഗോൾ എൻട്രിക്കിൻ്റെ സെക്കൻഡ് മാച്ചിൽ. എൻട്രിക്ക് നല്ലോണം ഗ്രോ ആവും, അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് വെക്കുക. നല്ലൊരു പ്ലെയറിനെ സൈൻ ചെയ്യുന്ന സമയം വരുമ്പോൾ എൻട്രിക്കിന് ഒരു 100 മില്യണോ അല്ലെങ്കിൽ 70, 80, 90 മില്യണായിട്ട് ഓഫർ വരുമല്ലോ. അതുവരെ ചാമ്പ്യൻസ് ലീഗ് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മളെന്തായാലും എൻട്രിക്കിനെ വെക്കും, നല്ല സൈനിങ്സ് എത്തിക്കേണ്ടിയിട്ട്. എന്തായാലും 3 സീസൺ കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് അടുപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. മാക്സിമം 3 സീസണേ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. 8ാം നമ്പർ ബ്രൂണോ ഫെർണാണ്ടസ്, കസാഡോ, എൻട്രിക്ക്, അഹമ്മദ് ഡിയാസിയും ഗോൾ അടിച്ചിട്ടുണ്ട്. അഹമ്മദ് ഇതിന് ആസ്റ്റൺ വില്ലക്കെതിരെ കളിച്ചു. അന്നേരം മാർട്ടീനസ്സായിരുന്നു. അടുത്ത സീസണിൽ മാർട്ടീനസിനെ സൈൻ ചെയ്യാൻ പറ്റുമോ നോക്കും. ഒനാനെ കീപ്പ് ചെയ്യാൻ പറഞ്ഞെങ്കിലും മാർട്ടീനസിനെ നോക്കി നോക്കാം, നമുക്ക് പൈസ എത്ര നോക്കാമല്ലോ. എല്ലാവർക്കും ഗോൾ കീപ്പേഴ്സിന് ക്യാഷ് എത്രയൊന്നും ഇല്ല അല്ലേ, കണ്ടേ എനിക്കല്ലോ. ഓക്കെ ഗൈസ്, എമിലിയാനോ മാർട്ടീനസിനെ സൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് കീപ്പറിനെ വെക്കാം. എമീനെ കൊണ്ട് പറ്റിക്കണം. നമ്മൾ യൂറോപ്പ ലീഗിലടിക്കും, നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് എന്തായാലും കിട്ടൂല എന്നെല്ലാം പറയിപ്പിക്കും. എന്തായാലും ഈ സീസണിൻ്റെ അവസാന ട്രാൻസ്ഫർ വീക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. ഒനാന ബാക്കപ്പ് അതും സീനാണ്, ഇവിടുത്തെ സീനാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മാച്ചസ് ആയിരുന്നു കളിക്കാനുള്ളത്. ഇനി പിന്നെ ഫുള്ള് കഴിഞ്ഞല്ലോ. ഓക്കെ, ചാൻസ് കിട്ടാത്തെന്ന് പറയാത്തതിൻ്റെ ഞാൻ വെള്ളം കുടിക്കുന്ന. ഓക്കെ, ഇനി ബ്രൂണോ ഫെർണാണ്ടസിന് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അഹമ്മദിൻ്റെ ഡയറക്റ്റ് ഷോട്ട് സീൻ. ഷിറ്റ് ഗൈസ്, വീണ്ടും ഷിറ്റാണ്. ഇപ്രാവശ്യം ഷിറ്റാവർ. നമ്മുടെ ലോൺ പ്ലെയർ ആയിട്ടുള്ള മെറീന ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഒന്ന് 2 ഈ 2 പ്ലേയേഴ്സ് ലോണിന് വന്നെയാ. പക്ഷേ 2 പ്ലേയേഴ്സിന് വാങ്ങിക്കാണ്ട് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് ലോണിന് കൊണ്ടുവന്നത്, അല്ല ഞാൻ കൊണ്ടുവരുന്നു. ആർസെനലിന് ഇത്രയും നല്ല പ്ലെയർ ഉണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല.
എൻട്രിക്കിൻ്റെ അസിസ്റ്റ് കഴിഞ്ഞിട്ട് അല്ല, എൻട്രിക്കിൻ്റെ ഗോള് ഫുള്ള് മിസ്റ്റേക്കാണ്. ശരിയായിക്കോളും. ഇനിയുള്ള മൊത്തം എപ്പിസോഡ്സും നമ്മൾ കൊണ്ടുവരുന്നത് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരും. പക്ഷേ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പ്ലെയർ സൈനിങ്സ് എന്തായാലും ഇനി ജനുവരി ട്രാൻസ്ഫറിൽ നോക്കിയാൽ മതി. ഡിലേറ്റ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ കളികൾ ഞാൻ കാണിച്ചു തരൂ. പിന്നെ എന്തെന്ന് കളി കാണിച്ചു തരൂ. പിന്നെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ്, ഗോൾസ് അതെല്ലാം എടുക്കൽ കാണിച്ചു തരൂ. പിന്നെ നമ്മളെ ഈ കഴിഞ്ഞ എപ്പിസോഡിലെ സ്റ്റാർ പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കുകയാണല്ലോ ഒരാളെ. മന്തായി കസാഡോ ആൻഡ് ഒനാന. അറ്റാക്കിങ്ങിൽ കസാഡോ, ഡിഫെൻസീവിൽ ഡിലൈറ്റ്, ഗോൾ കീപ്പിങ്ങിൽ ഒനാനയാണ്. 3 അവാർഡ്സ് കൊടുക്കും ഞാൻ. ആ 3 അവാർഡ്സിൻ്റെ ആൾക്കാരെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഓക്കെ, സ്പ്രൂസിൻ്റെ കരിയർ മോഡ് എന്തായാലും തുടങ്ങണം. റീസൺ എന്താണെന്ന് വെച്ചാൽ സ്പ്രൂസ് സീനായിട്ട് കളിച്ചല്ല, സ്പ്രൂസ് മോശം പെർഫോമൻസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. ഓക്കെ, അവൾക്കിനെ പിന്നെയും ചാൻസ്. ഞാൻ വെറുതെ അവരെ കൊണ്ട് കളിച്ചിട്ട് ഞാനത് ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നില്ലേ, അതുകൊണ്ട് ശീലമായിപ്പോയി. ഇനി നമുക്ക് എന്തായാലും കുറച്ച് മാച്ചസും കൂടിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ടീം എന്നുവെച്ചാൽ കഴിഞ്ഞാണ്, 2 അവസാനിച്ചൊന്നുമില്ല. ഓക്കെ, സ്പ്രൂസ് സീനാട്ടാ, സ്പ്രൂസ് സീന പറയാൻ പറ്റൂല. ഇനി വരെ പിടിച്ചെടുത്താണല്ലോ. നമുക്ക് ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കാം. ഗർനാച്ചോ കമോൺ. നോ ചങ്ങായി ഗോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് റൈറ്റിൽ കൊണ്ടുവരാമല്ലേ, അതായിരിക്കും ബെറ്റർ. പിന്നെ ഉഗാഡേനെ കാസിക്കാരം. പിന്നെ എൻട്രിക്ക് കുറേ ആയിട്ട് അറിയുന്നു. ഹോയണ്ട് കളിക്കട്ടെ. പിന്നെ മെറീനോ കളിക്കണോ? അല്ലോട്ടെ, മെറീനോ പോട്ടെ. കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം വരുത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ടീമിൻ്റെ അറ്റാക്ക് തീരെ മോശമാണ്. ബാക്കപ്പ് സാറിന് ഒരു മാത്ത സാറോ അങ്ങനെ എന്തോന്ന് പറഞ്ഞ ഒരാളുണ്ട്, എന്തോന്നാണ് പേര്. അങ്ങനത്തെ ഒരു പ്ലെയറിന് റെഡ് കാർഡ് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഒരു ചാൻസും കിട്ടി. ഒരു 10 ആൾക്കാരായി ചുരുങ്ങിയോണ്ട് നമുക്ക് എന്താ ഒരു ഗോളും കൂടി അടിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. ഓക്കെ, നമുക്കൊരു ചാൻസ് കിട്ടി. ബ്രൂണോ ഫെർണാണ്ടസ്. ഓക്കെ, ഗർനാച്ചോൻ്റെ അസിസ്റ്റ് ബ്രൂണോൻ്റെ ഗോൾ അടിച്ചിട്ടുണ്ട്. ഗുഡ്. ഗർനാച്ചോ ഇങ്ങനെ കളിച്ചാൽ പിന്നെ ഗ്രോ അപ്പ് ആവുകയും ചെയ്യും. അടുത്ത സീസണിൽ ഞാൻ ഒരു ബാക്കപ്പ് ലെഫ്റ്റ് വിങ്ങിനേക്ക് സൈൻ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ചെൽസിക്കെതിരെയുള്ള മത്സരമുണ്ട്. ആ മാച്ച് കളിയാക്കാം. ആ മാച്ച് കളിച്ചിട്ട് കുറച്ച് 10 മാച്ചസ് മാക്സിമം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം എന്ന് വെച്ചാൽ 10 മാച്ച് കംപ്ലീറ്റ് ചെയ്യണം. അതിനുള്ള കുറേ ഡിലേ ആകണ്ടല്ലോ. ഒരു 15 മിനിറ്റ് മാക്സിമം കൊണ്ടുപോകാം. ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്തിരിക്കാൻ. ഓക്കെ, അഹമ്മദിന് പകരം എൻട്രിക്ക് വന്നിട്ടുണ്ട്. എൻട്രിക്ക് ഈസ് റണ്ണിങ്. എൻട്രിക്ക് ഗോൾ അടിച്ചു. ചെൽസിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ബിഗ് മാച്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാം. രണ്ടാമത്തെ എപ്പിസോഡല്ലേ. കഴിഞ്ഞിട്ട് ഞാൻ ഒരു 8 വ്യൂസേ പ്രതീക്ഷിക്കുള്ളൂ. എൻ്റെ കുറച്ച് മാസം മുമ്പുള്ള വീഡിയോയുടെ അത്ര വ്യൂസ് കിട്ടിയിരിക്കാൻ അന്നേരം. താങ്ക് യു ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് PCക്ക് ഇനി കിട്ടുള്ളൂ. ഞാനതെന്തായാലും നോക്കാം. ഇനി എന്തായാലും സൈനിങ്സിൻ്റെ PCക്ക് ഇടണ്ട കേട്ടോ. സൈനിങ്സ് ഞാൻ വരുത്തിക്കൂല. അടുത്ത ജനുവരിയിലേക്ക് ഉള്ള സൈനിങ്സ് എമ്മീനൊക്കെ കൊണ്ടുവന്നിട്ട് ശരിയല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നി. ക്യാഷ് വെറുതെ കണ്ടു. അതായത് ജനുവരി ട്രാൻസ്ഫറിൽ നമുക്ക് കുറച്ച് പ്ലേയേഴ്സിനെ വിൽക്കാനുണ്ട്. എനിക്ക് കൊടുക്കില്ല അതിൻ്റെ അകത്ത്, കാരണം സ്റ്റാർ പ്ലെയർ അല്ലേ.
ഓക്കെ, ഇനി ലിയാനോ മാർട്ടീനസ് അത്ര പോരാ, എന്നാലും കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. എമി പിടിക്കടാ. എടാ ഫിഫാനെ മേടിച്ച് അവിടെ ചെൽസി വേണ്ടി പൊട്ടി 3-2. എമി ഒറ്റ കാരണമാണ്. എമീന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഡിഫൻഡേഴ്സ് എല്ലാം അവിടെ വെറുതെ കുത്തിരിക്കാണ്. ഇനി നമുക്ക് ഗർനാച്ചൊക്കെ ചാൻസ് കൊടുക്കാം, ഹോജൻറ്റിനും ചാൻസ് കൊടുക്കാം, മൈനൊക്കും ചാൻസ് കൊടുക്കണം, കാസിക്കാരോ. ആർസനലിനെതിരെയാണ് കാസിൻ്റെ ഡിഫൻസ് അല്ല ഉഗാർഡയ്ക്ക് ചാൻസ് കൊടുക്കുന്നത്. കാസി ബെഞ്ച് പോട്ടെ. കസാഡോ ഇറങ്ങണ്ട. ആർസനലിനോടുള്ള മത്സരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മളെന്തായാലും പൊട്ടും. കുറച്ചും കൂടിയുള്ളൂ ഇനി. ഓക്കെ, ആർസനലിൻ്റെ എതിരെ മത്സരം ഡിഫെൻസ് ചെയ്യാൻ നോക്കിയത് പക്ഷെ നടന്നിക്കില്ല. അതുപോലെ അങ്ങനെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആർസനൽ പിന്നെ ഒരു ചാൻസ് ബുക്കായ സാക്ക. ഓക്കെ, പോസ്റ്റ് കൊണ്ടിട്ട് ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്തു. പോസ്റ്റ് കൊണ്ടിട്ട് ഓക്കെ, ഇതാരാണ്? ഗർനാച്ചോ ടു ഹോയൻഡ്, റാസ്മസ് ഹോയൻഡ് ടു അമദ് ഡിയാലോ. വാട്ട് എ ഗോൾ. സീന്. ആർസനൽക്ക് അടുത്ത ചാൻസ് ഡിഫെൻസ് ചെയ്യണം. എന്ത് വില കൊടുത്ത് ഡിഫെൻസ് ചെയ്യണം. ഡിലൈറ്റാ കഴിഞ്ഞ സീസണിൽ സ്റ്റാർ ആയിരുന്നു. അത്രയില്ലെങ്കിൽ എന്നാലും മോശമില്ലാത്തവർ ഡിഫെൻസിലാണ് അത്യാവശ്യം കളിച്ച്. റാസ്മസ് ഹോയൻഡ് ഡാമോ ഇവിടെ മൊത്തം വിട്ടിട്ടാണ് ഞാൻ ബാക്ക് പാസ് കൊടുക്കുന്നത്. പറ്റിച്ചേ. ഓക്കെ, അഹമ്മദ് ഡിയാലോൻ്റെ അടുത്ത ഗോൾ. സീൻ ഈ മാച്ച് ഹാട്രിക് അടിക്കാൻ പറ്റുള്ളൂ. നമ്മളെ കുറച്ച് മെയിൻ പ്ലേയേഴ്സ് ബാക്കാണെങ്കിലും നമ്മുടെ സീൻ കളി തന്നെയായിരുന്നു. ഓക്കെ, 60 മിനിറ്റെല്ലാം കഴിഞ്ഞല്ലേ. പക്ഷേ ഞാൻ മിനിറ്റ് ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, 21 സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് വരുത്തിക്കണം. ഒരു ലീഡ് കിട്ടട്ടെ. നമുക്കൊരു 2 ഗോൾ ലീഡെല്ലാം ആയിട്ട് സബ് കൊണ്ടുവരാം. എടാ അത് വേണ്ടാണ്ട് ഞാൻ വേണ്ടാണ്ട് കളഞ്ഞത്. ഞാൻ വിചാരിച്ച പോലെയല്ല ബോൾ പോയി. ഓ നോ, ഡിലൈറ്റിൻ്റെ ഓൺ ഗോളാണ് ഗൈസ്. അത് എനിക്ക് സേവ് ചെയ്യണം. ഓക്കെ, തോമസ് പാർട്ടേന് ഒരു റെഡ് കാർഡ്. ഒരു ഗോളടിച്ചോടെ. നോ ഗൈസ്, അടുത്ത കളിയും പൊട്ടി. ഈ കളി പൊട്ടി, സോറി, അടുത്ത കളി എന്ന് പറഞ്ഞാണ്. ക്യാരവാവോ എൻട്രിക്ക് ഇറങ്ങട്ടെ. മൈനും ഇറങ്ങട്ടെ. എൻട്രിക്ക് നടക്കണ്ട. മൈൻ സ്ട്രൈക്കായിട്ടുള്ള ഇറങ്ങുന്നത്. പിന്നെ അമദിനൊരു മൗണ്ട് ഇറങ്ങട്ടെ. ക്യാരവാവോ ഞാൻ കളിക്കും 3rd റൗണ്ട്. നമുക്കൊന്നായി പ്രീമിയർ ലീഗ് എടുക്കാൻ പറ്റൂല. അറ്റ്ലീസ്റ്റ് ഒരു ക്യാരവാവോ, യൂറോ കപ്പ്, ഇത് രണ്ടുമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യൂറോ കപ്പാണ് മെയിൻ. യൂറോ കപ്പ് എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല സൈനിങ്സ് എത്തിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ യൂറോ കപ്പ് സക്സസ് ആവും. മേഷൻ മൗണ്ട് റൊണാൾഡോൻ്റെ നമ്പർ അതിൻ്റെ അടുത്തുള്ള. ഓക്കെ, മൗണ്ട് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഗില്ലിംഗത്തിനെതിരെ ബെല്ലിംഗൊന്നും ഇടാത്ത ഭാഗ്യ. ഗില്ലിംഗം നല്ല പേര്. ഗില്ലിംഗത്തിനെതിരെയുള്ള കളി നമ്മൾ നല്ലോണം എടാ പോസ്റ്റ് മേല എടാ. ഓക്കെ, ഹെഡർ ഗോൾ. പോസ്റ്റ് കൊണ്ടിട്ട് തിരിച്ച് കിട്ടിയത് ഹെഡായി. ഓക്കെ, നമ്മളെന്തായാലും ലീഡിലാണുള്ളത്. കുറച്ച് പ്ലേയേഴ്സിന് ചാൻസും കൊടുക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ചാൻസ് കൊടുത്തേക്ക് പ്ലേയേഴ്സിന്. അന്നേരം കൂടി ബാക്കിലുള്ള പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കണ്ടേ. ഗർനാച്ചോ ഒരു ഗോളടിക്കടാ. ഇനി ഇതുവരെ ഗോളടിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഗർനാച്ചോ ഗോളടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത ചാൻസ്. മേഷൻ മൗണ്ട് ഈസ് റണ്ണിങ്. അത് ഡിഫെൻസ് ചെയ്തിട്ട് പാസ് കൊടുത്താൽ മതിയല്ലേ. ഓക്കെ, 62-ാം മിനിറ്റ് അടുത്ത ചാൻസ്. മേഷൻ മൗണ്ട് അവിടെ ഓടുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഞാൻ പാസ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഗോൾ. ഗോൾ.
ഓക്കെ 4-0 സീന്. നമ്മളെന്തായാലും ജയിച്ച്. സ്കിപ്പ് ചെയ്യാൻ പറ്റുക സ്കിപ്പ് ചെയ്യാം, നമ്മൾ ജയിച്ച് നിൽക്കുന്നല്ലേ. ഓക്കെ കളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4-0 ജയിച്ചു. ഓക്കെ നമ്മളുടെ ഡാലോട്ടിന് റെഡ് കാർഡ്. നോർത്ത് ഫോറസ്റ്റ് നമുക്ക് മീഷൻ മോഡിന് റമദിനും എടുക്കാം. പിന്നെ കസാഡ വരട്ടെ. എൻട്രിക്കാണ് 2-3 മാച്ച് റെസ്റ്റ് എടുത്തില്ലേ, നിങ്ങൾക്ക് ചാൻസ് കൊടുക്കാം. കെസമീറോ ഓർ ഉഗാഡെ മൈന കളിച്ചോട്ടെ അല്ലേ. ഞാൻ വെളിങ്ങനെ മാറ്റമൊന്നും പറ്റിക്കുന്നില്ല. ഇയർ മാറ്റോ പിന്നെ സ്കിപ്പും ചെയ്യുന്നുണ്ട്. ഞാൻ കളിക്കാത്തതുകൊണ്ട് കളി ഡ്രോ പിടിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ 9ാം സ്ഥാനത്താണ്. ഓ നോ, എനിക്ക് പരിക്ക് പറ്റിയടാ. ഗർനാച്ചോ ഇന്നില്ലുള്ളൊരു പ്രതീക്ഷ. ഇനി ഒരു യങ്ങറുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും വളർത്തണം. ഓക്കെ നമ്മളെന്താ ഡിഫൻസ് കുറച്ച് ശക്തമാക്കാം. നമ്മൾ അറ്റാക്കിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ബ്രൂണോക്ക് കാരണമാണെങ്കിൽ പക്ഷേ ഞാൻ ഗർനാച്ചോനെ നോക്കാം. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഗർനാച്ചോനെ സബ്ബ് ബ്രൂണോനെ എടുത്തിട്ട് വേറെ ആരെങ്കിലും ഈ പൊസിഷനിൽ കയറ്റിക്കോളും. ഈ മാച്ച് ഞാൻ സ്കിപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്കിപ്പ് ചെയ്യാണ്ടായിരുന്നു, എന്നാൽ സ്കിപ്പ് ചെയ്തില്ലേ. ഓക്കെ ഗെയ്സ് 8ാം സ്ഥാനത്താണല്ലോ. 10 മാച്ചും കഴിഞ്ഞു. ഓക്കെ സീനില്ല. ഓക്കെ അധികം പരിക്കായി. ഇപ്പം എല്ലാവർക്കും പരിക്കാണ്. പിന്നെ ബ്രോക്ക് റെഡ് മൈനർ വേണം. മൗണ്ട് ഇറങ്ങട്ടെ, മൗണ്ട് സീനിയർ വരും. ഓക്കെ നമ്മളുടെ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം.